Hello and welcome back to another episode of Leap by IAS Factor. So, നമ്മൾ ഇന്നത്തെ 5 current affairs MCQs-ലേക്ക് കടക്കുകയാണ്. Here is the first question. The Codex Alimentarius Commission was established by how many of these organizations? അപ്പം ഒരു കമ്മീഷനെ കുറിച്ച് പേര് പറയുന്നു. കമ്മീഷന്റെ പേര് കോഡെക്സ് എലിമെന്റാരിയസ് കമ്മീഷൻ. ആൻഡ് ഇതിൽ എത്ര ഓർഗനൈസേഷൻസ് ചേർന്നിട്ടാണ് ഈ കമ്മീഷൻ രൂപീകരിച്ചിരിക്കുന്നത് എന്നാണ് ചോദ്യം. അപ്പം ഇതൊരു വെറ്ററൻ UPSC ആസ്പിറന്റിനെ സംബന്ധിച്ചിടത്തോളം ഈസി ക്വസ്റ്റ്യനാണ്. കാരണം അവർ ഒരുപാട് വർഷങ്ങളിൽ കേട്ടിട്ടുള്ള വാക്കാണ് ആ മുകളിൽ കിടക്കുന്നത്, കോഡെക്സ് എലിമെന്റാരിയസ് എന്ന് പറയുന്നത്. അപ്പം ഫ്രഷ് ആയിട്ട് വരുന്ന ഒരു കാൻഡിഡേറ്റിനെ സംബന്ധിച്ചിടത്തോളം ആസ്പിറന്റിനെ സംബന്ധിച്ചിടത്തോളം ഇത് കേട്ടിട്ടുണ്ടാവാനുള്ള സാധ്യത കുറവാണ്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, എപ്പോഴും പേരുകളിൽ നിന്നും നമ്മൾക്ക് ആൻസറുകളിലേക്ക് എത്താനുള്ള വലിയ ക്ലൂകൾ പല ചോദ്യങ്ങളിലും ഒളിഞ്ഞു കിടക്കുന്നുണ്ടാവും. കോഡെക്സ് എന്നൊരു വാക്കിൽ നിന്ന് പ്രത്യേകിച്ചൊന്നും ക്ലൂ ഒന്നും കിട്ടാനില്ലെങ്കിലും ഈ എലിമെന്റാരിയസ് എന്ന് പറയുന്ന വാക്കിൽ നിന്നും കിട്ടാം. നമ്മൾ ബയോളജിയിൽ പഠിച്ചിട്ടുണ്ട് എലിമെന്ററി കനാൽ എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ. അപ്പോൾ അതെന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മളത് പഠിച്ചിട്ടുള്ളത്? ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു 5 സെക്കൻഡ്സ് എടുത്തിട്ട് നിങ്ങൾ മനസ്സിലൊന്ന് ആലോചിച്ച്. നമ്മൾ ബയോളജിയിലൊക്കെ എലിമെന്ററി കനാൽ എന്നും പറഞ്ഞിട്ട് പഠിച്ചിട്ടുള്ളത് എന്തിനെയാണ്? ഇപ്പോൾ നിങ്ങൾക്ക് ഐഡിയ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിൽ ആൻസർ എത്തിയിട്ടുണ്ടാവും. എന്തിനാ? നമ്മുടെ ഡൈജസ്റ്റീവ് ട്രാക്റ്റിനെയാണല്ലേ നമ്മൾ അങ്ങനെ വിളിക്കുന്നത്. ഡൈജസ്റ്റീവ് ട്രാക്റ്റിനെയാണ് നമ്മളങ്ങനെ എലിമെന്ററി കനാൽ എന്നും പറഞ്ഞിട്ട് പേരിട്ട് വിളിക്കുന്നത്. അപ്പോൾ ബേസിക്കലി ഡൈജഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, ഫുഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തോ ആണെന്ന് നമുക്ക് ഉറപ്പല്ലേ. സ്വാഭാവികമായിട്ട് ആര് വരും? FAO വരണ്ടേ? ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ വരണ്ടേ? കാരണം എന്താ? ഫുഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാ അല്ലേ, ഡൈജസ്റ്റീവ് ട്രാക്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് വരണം. ഇനി ഡൈജഷൻ എന്തുമായിട്ട് ബന്ധപ്പെടുന്നു? ഹെൽത്തുമായിട്ട് ബന്ധപ്പെടുന്നില്ലേ? അപ്പോൾ ആര് വരണം? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും കടന്നു വരണ്ടേ? ഈ രണ്ടെണ്ണം ഉണ്ട് എന്ന് നമുക്ക് ലോജിക്കലി പേരിൽ നിന്നും നമ്മൾ ക്രാക്ക് ചെയ്ത ആ ക്ലൂ വെച്ചിട്ട് നമുക്ക് പറയാം. ഇനി നോക്കൂ, ഡൈജഷനുമായിട്ട് ഇന്റർനാഷണൽ ലേബർ അസോസിയേഷൻ ഒരു ബന്ധം ഡയറക്റ്റ്ലി ഉണ്ടാവാനുള്ള സാധ്യതയില്ല, അതുകൊണ്ട് അത് ഞാൻ വെട്ടി. യുനിസെഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ചിൽഡ്രൻ എഡ്യൂക്കേഷനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം, അതുകൊണ്ട് അതും വരാനുള്ള സാധ്യത കുറവാണ്. സോ ദാറ്റ് മീൻസ് ഓൺലി 2 ആർ കറക്റ്റ്. നോക്കൂ, it was established to protect consumer health and ensure fair practices in food trade. അപ്പോൾ രണ്ടും കൂടെ കയറി വരുന്നുണ്ട്. ഹെൽത്തും ഫുഡിന്റെ ട്രേഡും കയറി വരുന്നത് കൊണ്ടാണ് ഈ രണ്ട് FAOയും WHO-യുടെയും റോൾ അവിടെ വരുന്നത്. And the membership of the commission is open to all the member countries of FAO and WHO. And ഈ കോഡെക്സ് എലിമെന്റാരിയസ് കമ്മീഷൻ എന്താ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്? ഫുഡ് കോഡ്, അല്ലെങ്കിൽ കോഡെക്സ് എലിമെന്റാരിയസ് എന്ന് പറയുന്ന ഒരു കോഡുണ്ട്, ഒരു ഫുഡ് കോഡ്. മനസ്സിലായില്ലേ? ഇന്റർനാഷണലി ഫോളോ ചെയ്യപ്പെടേണ്ട ഒരു കോഡുണ്ട്, ഒരു സ്റ്റാൻഡേർഡ്സ്. ഇപ്പോൾ ഫുഡിന്റെ ട്രേഡിന്റെ കാര്യത്തിലായാലും കൺസ്യൂമർ ഹെൽത്തിന്റെ കാര്യത്തിലായാലും ഇന്ന കാര്യങ്ങൾ പാലിച്ചിരിക്കണം ഓരോ ഫുഡ് ഐറ്റത്തിലും. ആ സ്റ്റാൻഡേർഡ്സിനെ നമ്മൾ കോഡിഫൈ ചെയ്തിട്ട് വിളിക്കുന്ന പേരാണ് എന്ത്? കോഡെക്സ് എലിമെന്റാരിയസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വെറ്ററൻസിന് ഇത് ഈസി ക്വസ്റ്റ്യൻ ആണ്. What is the primary objective of export promotion capital goods scheme? Option A, to facilitate import of capital goods. Option B, to facilitate export of capital goods. Option C, to provide direct tax incentives on export earnings. Option D, to offer interest-free loans for working capital to exporters. സിമ്പിൾ ഒരു ചോദ്യമായിട്ട് തരുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു ഉടായിപ്പുണ്ട് എന്ന് നമുക്ക് തോന്നും അല്ലേ? അങ്ങനെ തോന്നണം നമ്മുടെ മനസ്സിൽ. സിമ്പിൾ ചോദ്യം, 4 സിമ്പിൾ ഓപ്ഷൻസ് ഒക്കെ തന്നിരിക്കുന്നു. പേര് നോക്കാം. എക്സ്പോർട്ട് പ്രൊമോഷൻ ക്യാപിറ്റൽ ഗുഡ്സ് സ്കീം എന്നാണ് പറയുന്നത്. ആ പേരിൽ എക്സ്പോർട്ട് എന്നൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് എക്സ്പോർട്ടിലോട്ട് അടിക്കാൻ ഒരു താല്പര്യം തോന്നും. എന്നാലും വീണ്ടും ആ പേര് നിങ്ങൾ, ഞാൻ പറയും, ക്വസ്റ്റ്യൻ നമ്മളെപ്പോഴും സൂക്ഷിച്ച് നമ്മുടെ മനസ്സിന് ബോധ്യപ്പെടുന്ന അത്രയും സമയം നിങ്ങൾ വായിക്കുക, ശ്രദ്ധിച്ച് വായിക്കുക. ആദ്യത്തെ വായനയിൽ തന്നെ ശ്രദ്ധ കൊടുത്താൽ അത്രയും നല്ലത്. ഇല്ലെങ്കിൽ വീണ്ടും ഒന്നുകൂടെ വായിക്കുക. നോക്കൂ, എക്സ്പോർട്ട് പ്രൊമോഷൻ ക്യാപിറ്റൽ ഗുഡ്സ് എന്നാണ് അവിടെ പറഞ്ഞേക്കുന്നത്. എക്സ്പോർട്ട് പ്രൊമോഷൻ ക്യാപിറ്റൽ ഗുഡ്സ്, അതായത് എക്സ്പോർട്ട് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ട ക്യാപിറ്റൽ ഗുഡ്സ് എന്നാണ് പറഞ്ഞേക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ എക്സ്പോർട്ട് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ട ക്യാപിറ്റൽ ഗുഡ്സ് സ്കീം. മനസ്സിലായി? എക്സ്പോർട്ട് പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം നമുക്കിവിടെ?
നമുക്കിവിടെ ക്യാപിറ്റൽ ഗുഡ്സ് വേണം അല്ലേ? എക്സ്പോർട്ട് പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ ക്യാപിറ്റൽ ഗുഡ്സ് വേണം. അപ്പൊ ഇനി നമുക്ക് ഓപ്ഷൻസിലേക്ക് ഒന്ന് നോക്കാം. ഇത്രയും മാത്രം മനസ്സിൽ വെച്ചിട്ട് ഓപ്ഷനിലൊന്ന് നോക്കിയേ. സിയും ഡിയും ഈസി ആയിട്ട് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം കേട്ടോ. എന്താ കാരണം? സി പറഞ്ഞ ടു പ്രൊവൈഡ് ഡയറക്റ്റ് ടാക്സ് ഇൻസെന്റീവ്സ് ഓൺ എക്സ്പോർട്ട് ഏർണിങ്സ്. എന്തായാലും നടക്കുന്ന കാര്യമല്ല. എക്സ്പോർട്ട് ഏർണിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു പ്രൊഫിറ്റിന്റെ കൂട്ടത്തിൽ പെടും. പ്രൊഫിറ്റിന് മുകളിൽ ടാക്സ് ഇല്ല എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ടാക്സ് ഇൻസെന്റീവ്സ് കൊടുക്കും എന്ന് പറയുന്നു. സോ ദാറ്റ്സ് നമുക്ക് ചിന്തിക്കണ്ട, ഡയറക്റ്റ് ടാക്സും കൂടാ. ഡി നോക്കിയ ടു ഓഫർ ഇൻട്രസ്റ്റ് ഫ്രീ ലോൺസ് ഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ടു എക്സ്പോർട്ടേഴ്സ്. അതും ആവാനുള്ള സാധ്യത കുറവാണ്. ഓക്കെ, ഇനി കാരണം ഇവിടെ എക്സ്പോർട്ട് പ്രൊമോഷൻ ക്യാപിറ്റൽ ഗുഡ്സ് സ്കീം എന്നാണ് പറയുന്നത്, അല്ലാതെ എക്സ്പോർട്ട് പ്രൊമോഷൻ സ്കീം എന്നൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ ഗുഡ്സ് അവിടെ കിടക്കുന്നതുകൊണ്ട് തന്നെ ഡി നമുക്ക് ഇനി ക്യാപിറ്റൽ ഗുഡ്സിന്റെ ഇമ്പോർട്ട് ഫെസിലിറ്റേറ്റ് ചെയ്യാനാണോ എക്സ്പോർട്ട് ഫെസിലിറ്റേറ്റ് ചെയ്യാനാണോ? ഇവിടെയാണ് ഞാൻ പറഞ്ഞത് എക്സ്പോർട്ട് പ്രൊമോഷൻ ക്യാപിറ്റൽ ഗുഡ്സ്. എക്സ്പോർട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ക്യാപിറ്റൽ ഗുഡ്സ് നമുക്ക് എവിടെ വേണം? ഇന്ത്യയിൽ വേണം. വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് ഇമ്പോർട്ട് ചെയ്യണം. അപ്പൊ എന്താണ് ക്യാപിറ്റൽ ഗുഡ്സ് എന്നൊന്നും ഞാൻ എടുത്ത് പറയുന്നില്ല, അതൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ക്യാപിറ്റൽ ഗുഡ്സ് ഇവിടെ ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? കൺസ്യൂമർ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാനൊക്കത്തുള്ളൂ അല്ലേ? അല്ലെങ്കിൽ മറ്റ് ക്യാപിറ്റൽ ഗുഡ്സ് ആയാലും കൺസ്യൂമർ ഗുഡ്സ് ആയാലും പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് വേണം? ക്യാപിറ്റൽ ഗുഡ്സ് ഉണ്ടാവണം. അപ്പൊ ക്യാപിറ്റൽ ഗുഡ്സ് ഇവിടെ ഇല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് എക്സ്പോർട്ട് ചെയ്യണം. എക്സ്പോർട്ട് ചെയ്താലേ നമുക്ക് മറ്റ് ക്യാപിറ്റൽ ഗുഡ്സോ കൺസ്യൂമർ ഗുഡ്സോ ഉണ്ടാക്കാൻ ഒക്കത്തുള്ളൂ. ഇവ ഉണ്ടാക്കിയാൽ മാത്രമേ ഇവയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? എക്സ്പോർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം കൺസ്യൂമർ ഗുഡ്സും മറ്റ് ക്യാപിറ്റൽ ഗുഡ്സും ഉണ്ടാക്കി എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ ആദ്യം എന്ത് വേണം? ക്യാപിറ്റൽ ഗുഡ്സ് വേണം. അപ്പൊ അതെന്ത് ചെയ്യണം? ഇമ്പോർട്ട് ചെയ്യണം. അപ്പൊ അത് ഇമ്പോർട്ട് ചെയ്യുന്ന ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന സ്കീമാണ് എന്ത്? എക്സ്പോർട്ട് പ്രൊമോഷൻ ക്യാപിറ്റൽ ഗുഡ്സ്. ഒരിക്കലും തെറ്റിക്കരുത്, അതിനകത്ത് എക്സ്പോർട്ട് എന്നൊക്കെ കാണുമ്പോൾ ഡയറക്റ്റ് ക്യാപിറ്റൽ ഗുഡ്സിന്റെ എക്സ്പോർട്ട് അല്ല ഉദ്ദേശിക്കുന്നത്. കൺസെഷണൽ റേറ്റ്സിൽ, അതായത് കസ്റ്റംസ് ഡ്യൂട്ടി ഒക്കെ ഓൾമോസ്റ്റ് സീറോ ആക്കിക്കൊണ്ട് എന്ത് ചെയ്യും? നമുക്ക് ക്യാപിറ്റൽ ഗുഡ്സ് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ ഒക്കും. ക്യാപിറ്റൽ ഗുഡ്സ് ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കൺസ്യൂമർ ഗുഡ്സ് ഉണ്ടാക്കാം, മറ്റ് ക്യാപിറ്റൽ ഗുഡ്സ് ഉണ്ടാക്കാം, എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. അത് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം. ആ എക്സ്പോർട്ട് പ്രൊമോഷനാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ആൻഡ് ഈ സ്കീം വരുന്നത് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡിന് കീഴിലാണ്. ഓക്കെ, ആൻഡ് ക്യാപിറ്റൽ ഗുഡ്സ് imported under EPCG for physical exports are also exempt from IGST. അപ്പോൾ IGSTയിൽ നിന്നും ഫിസിക്കൽ എക്സ്പോർട്ടിന് വേണ്ട ഗുഡ്സ് ഉണ്ടാക്കുന്ന ക്യാപിറ്റൽ ഗുഡ്സ് ആണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ എക്സംപ്റ്റഡ് ആയിരിക്കും. വീണ്ടും നേച്ചറിലേക്ക് നമ്മൾ പോവുകയാണ്. കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ബ്ലാക്ക് ബക്ക്. ബ്ലാക്ക് ബക്ക് എന്ന് പറയുന്നത് ഒരു കാലത്ത് UPSC ആസ്പിറൻസ് ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുള്ള ഒരു ടോപ്പിക് ആയിരിക്കും പത്രങ്ങളിൽ നിന്നും. ബ്ലാക്ക് ബക്സ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് വലിയ റോളൊന്നും ഇല്ലാതിരിക്കുക, അത് വീണ്ടും തിരിച്ചു വന്നിരിക്കുക കേട്ടോ. കാരണം ഒരു കാലത്ത് ഭയങ്കര ഭീഷണിയൊക്കെ നേരിട്ടിരുന്നു ഇന്ത്യയിൽ, ഇപ്പോഴും നേരിടുന്നുണ്ടില്ല എന്നല്ല, എന്നാലും ചെറിയ ചില സ്ഥലങ്ങളിൽ അതിൻ്റെ റിക്കവറി കണ്ടു തുടങ്ങുന്നുണ്ട്. വലിയ രീതിയിലുള്ള കൺസർവേഷൻ എഫേർട്സ് ഒക്കെ ഇട്ടത് കാരണം പല സ്ഥലങ്ങളിലും ഇതിൻ്റെ റിക്കവറി, അതായത് നശിച്ചു പോയ പോപ്പുലേഷനിൽ നിന്നും അത് തിരിച്ച് റിക്കവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്കടെ ഹിന്ദുവിലുണ്ടായിരുന്നു, ഡൗൺ ടു എർത്തിലുണ്ടായിരുന്നു, പല പത്രങ്ങളിലും ഇതിനെക്കുറിച്ച് ന്യൂസ് ഉണ്ടായിരുന്നു. സോ നമുക്കിപ്പം പഠിച്ചു വെക്കണം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ബ്ലാക്ക് ബഗ്സ് ആർ നേറ്റീവ് ടു ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്. Second one, black buck is notably distinct due to the adult female's long spirally twisted V-shaped horns. And third statement, black bucks exhibit sexual dimorphism in color. അപ്പം നേറ്റീവ് ടു ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് ആണോ എന്നറിയണം. അഡൾട്ട് ഫീമെയിൽസിന് ലോങ് സ്പൈറലി ട്വിസ്റ്റഡ് V-shaped ഹോൺ ഉണ്ടോ എന്നറിയണം. ആൻഡ് ബ്ലാക്ക് ബക്സ് കളറിൻ്റെ കാര്യത്തിൽ സെക്ഷൽ ഡൈമോർഫിസം കാണിക്കുമെന്ന്, അതായത് മെയിലിലും ഫീമെയിലിലും തമ്മിൽ കളറിൻ്റെ കാര്യത്തിൽ വ്യത്യാസമുണ്ട് എന്ന് പറയുന്നു. അപ്പം നമ്മളെപ്പോഴും ഒരു ആനിമലിനെ കുറിച്ച് അല്ലെങ്കിൽ പ്ലാന്റിനെ കുറിച്ച് അല്ലെങ്കിൽ ബേർഡിനെ കുറിച്ച് റെപ്റ്റൈലിനെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ അതിൻ്റെ ഫോട്ടോ ഒന്ന് നോക്കി വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. അതിൻ്റെ ബേസിക് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കി വെക്കുക, അതിൻ്റെ റേഞ്ച് എവിടെയാണ്, ഈ 3 കാര്യങ്ങൾ നോക്കി വെച്ചാൽ നമ്മുടെ ക്വസ്റ്റ്യൻസിൽ ഏറെക്കുറെ ക്രാക്ക് ചെയ്യാനുള്ളത് കിട്ടും. ഇവിടെ നോക്കൂ, ബ്ലാക്ക് ബക്സ് ആർ നേറ്റീവ് ടു ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് എന്ന് പറയുന്നത് ഒരു ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. അതൊരു ഫാക്റ്റാണ്, നമ്മൾ അറിഞ്ഞേ പറ്റത്തുള്ളൂ, അറിഞ്ഞില്ലെങ്കിൽ അത് അടിക്കാൻ ഒക്കത്തില്ല. ഇനി അടുത്ത് നോക്കൂ, ബ്ലാക്ക് ബക്ക് ഈസ് നോട്ടബിളി ഡിസ്റ്റിങ് ഡ്യൂ ടു ദ അഡൾട്ട് ഫീമെയിൽസ് ലോങ് സ്പൈറലി ട്വിസ്റ്റഡ് V-shaped ഹോൺസ് എന്ന് പറയുന്നു. അതായത് അഡൾട്ട് ഫീമെയിലിൽ നീണ്ട
സ്പൈറലായിട്ടുള്ള വി ഷേപ്ഡ് ഹോൺസ് ഉണ്ട് എന്ന് പറയും. ഇത് നിങ്ങൾ അതിനെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം ദിസ് ഈസ് എ റോങ് സ്റ്റേറ്റ്മെന്റ്. എന്തുകൊണ്ടാണ്? അഡൽട്ട് ഫീമെയിലിലല്ല, അഡൽട്ട് മെയിലിലാണ് ഈ പറഞ്ഞ ലോങ് ട്വിസ്റ്റഡ് വി ഷേപ്ഡ് ഹോൺസ് ഉള്ളത്. സോ ദാറ്റ് മീൻസ് 2 ഈസ് റോങ്. 2 റോങ് ആയി കഴിയുമ്പോൾ 1 and 3 ആയിരിക്കുമല്ലോ റൈറ്റ് ആൻസർ. കാരണം 2 ഇത് പോയി, ഇത് പോയി, ഇത് പോയി. അപ്പൊ സെക്ഷൽ ഡൈമോർഫിസം ഇൻ കളർ ഉണ്ട്. അതായത് മെയിലിലും ഫീമെയിലും കളർ വ്യത്യാസങ്ങളുണ്ട്. നോക്കൂ, നിങ്ങൾ ആദ്യത്തെ ഇമേജിൽ കാണുന്നതാണ് ഒരു മെയില്. ഇതാണൊരു മെയില്, ഇത് ഫീമെയിൽ ആണ്. നോക്കൂ, കൊമ്പിന്റെ കാര്യത്തിൽ തന്നെ വ്യത്യാസം കണ്ടില്ലേ? മെയിലിന്റെ കാര്യത്തിൽ ലോങ് ആയിട്ടുള്ള ഈ നല്ല അടിപൊളി കൊമ്പുകളുണ്ട്. ഫീമെയിലിന് പൊതുവേ അതുണ്ടാവാറില്ല. കളർ നോക്കൂ, മെയിലിന്റെ ബോഡി കളർ കണ്ടില്ലേ? ഏറെക്കുറെ ബ്ലാക്ക് ബ്രൗൺ കളർ വരുന്നുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ആ ബ്ലാക്കിഷ് കളർ ഉണ്ടാവാറില്ല. പൊതുവേ ഒരു ബ്രൗൺ കളറിൽ തന്നെ ആയിരിക്കും എപ്പോഴും ഉണ്ടാവാറുള്ളത്. ഇനി മെയിലിന്റെ കാര്യത്തിൽ വീണ്ടും ചേഞ്ച് ഉണ്ട്. ഇതിന്റെ സീസൺസിനനുസരിച്ച് ഇതിന്റെ കളർ പിന്നെയും ചേഞ്ച് ആവും കേട്ടോ. അതായത് ഒരു മെയ്റ്റിംഗ് സീസൺ ഒക്കെ അടുക്കുമ്പോഴാണ് ഇതിന് ഈ ബ്ലാക്ക് കളർ കൂടുതലായിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ഇതൊരു ലൈറ്റ് ബ്ലാക്ക് ആയിട്ട് നിൽക്കത്തേ ഉള്ളൂ. ഇത്ര ഡാർക്ക് ആവത്തില്ല, ഒരു ലൈറ്റ് ഷെയ്ഡിൽ നിൽക്കത്തേ ഉള്ളൂ. അപ്പം മെയിൽ ഫീമെയിൽ എടുത്തു കഴിയുമ്പോൾ കളറിൽ വ്യത്യാസമുണ്ട്, ഹോൺസിന്റെ കാര്യത്തിൽ വ്യത്യാസമുണ്ട്, ഇങ്ങനത്തെ പല കാര്യങ്ങളിലും വ്യത്യാസമുണ്ട്. ആൻഡ് ഇതും പ്രൈമർലി എവിടെയാണ് ഗ്രേസ് ചെയ്യുക? ഓപ്പൺ ഷോർട്ട് ഗ്രാസ് ലാൻഡ്സിലാണ് ഇത് പൊതുവേ ഗ്രേസ് ചെയ്യുക. അപ്പം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊന്നും ഓപ്പൺ നാച്ചുറൽ എക്കോസിസ്റ്റത്തിലെ ബേർഡ്സിനെ കുറിച്ച് പഠിച്ചിരുന്നു. അതേപോലെ ഒരു സിമിലർ കണ്ടീഷനിൽ തന്നെയുള്ള ഒരു ആനിമലാണ് എന്ത് ബ്ലാക്ക് ബക്ക് എന്ന് പറയുന്നത്. Next question, how many of the following reports are published by UNEP? UNEP ഇവയിൽ ഏതൊക്കെ, എത്രയൊക്കെ റിപ്പോർട്ട്സ്, ഹൗ മെനി ഓഫ് ദി എത്രയൊക്കെ റിപ്പോർട്ട്സ് ആണ് പബ്ലിഷ് ചെയ്യുന്നത്? അപ്പം നമ്മൾ കണ്ടിട്ടുണ്ട് UPSC ചോദിക്കുന്നത് എന്ത്, റിപ്പോർട്ടിന്റെ ഇൻഡെക്സിന്റെ ഒക്കെ പേര് എന്നിട്ട് ഇത് ആരാണ് പബ്ലിഷ് ചെയ്തതെന്ന് ചോദിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇത് അതേപോലെ വേറൊരു ട്വിസ്റ്റ് ചെയ്ത് ചോദ്യങ്ങൾ വന്നേക്കാം. ഇതിൽ എത്രയൊക്കെ റിപ്പോർട്ടുകൾ UNEP പബ്ലിഷ് ചെയ്യുന്നു? ലിവിംഗ് പ്ലാനറ്റ് റിപ്പോർട്ട്, സ്റ്റേറ്റ് ഓഫ് ഫിനാൻസ് ഫോർ ഫോറസ്റ്റ് റിപ്പോർട്ട്, എമിഷൻസ് ഗ്യാപ്പ് റിപ്പോർട്ട്, സ്റ്റേറ്റ് ഓഫ് ഗ്ലോബൽ ക്ലൈമറ്റ് റിപ്പോർട്ട്. ഇതിനകത്ത് വെറ്ററൻസിനെ സംബന്ധിച്ചിടത്തോളം ഈസി ഒരു ഓപ്ഷൻ കിടപ്പുണ്ട്, എമിഷൻസ് ഗ്യാപ്പ് റിപ്പോർട്ട്. എമിഷൻ ഗ്യാപ്പ് റിപ്പോർട്ട് ആരാണ്? UNEP ആണ് പബ്ലിഷ് ചെയ്യുന്നത് എന്നുള്ളത് വെറ്ററൻസിനെ സംബന്ധിച്ചിടത്തോളം ഈസിയാണ്. കാരണം ഈ ഗ്യാപ്പ് ചേർത്ത് വരുന്ന പല റിപ്പോർട്ടുകളും ആരാണ് ഉണ്ടാക്കുന്നത്? UNEP ആണ്. ഓക്കെ, നിങ്ങൾ ഇനി ആ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഗ്യാപ്പ് ചേർത്തിട്ട് വരുന്ന പല എൻവയോൺമെന്റ് റിലേറ്റഡ് ആയിട്ട് ഗ്യാപ്പ് എന്നുള്ള പേര് അല്ലെങ്കിൽ ആ വേർഡ് ഉണ്ടെങ്കിൽ അത് പൊതുവെ UNEPയുടെ റിപ്പോർട്ടുകളായിരിക്കും. ഇത് കൂടാതെ കറണ്ട് അഫെയറിൽ വന്ന ഒരു റിപ്പോർട്ട് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് എളുപ്പമാണ്. കാരണം ഈ ക്വസ്റ്റ്യൻ്റെ റൂട്ട് അവിടെയാണ് കിടക്കുന്നത്. ആൻഡ് അതറിയാത്തവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഫ്രാങ്ക് ആയിട്ട് അങ്ങ് പറയാം, സ്റ്റേറ്റ് ഓഫ് ഫിനാൻസ് ഫോർ ഫോറസ്റ്റ് റിപ്പോർട്ട് ഇതും UNEPയുടേതാണ്. ഇതാണ് റീസെൻ്റ്ലി ന്യൂസിലുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞ ന്യൂസ് എന്ന് പറയുമ്പോൾ മൾട്ടിപ്പിൾ സോഴ്സസിൽ ഇത് വന്നിട്ടുണ്ട്, ഈവൻ PIBയിൽ പോലും ഉണ്ടായിരുന്നു. അപ്പോൾ സ്റ്റേറ്റ് ഓഫ് ഫിനാൻസ് ഫോർ ഫോറസ്റ്റ് റിപ്പോർട്ട് UNEPയുടേതാണ്. ഇതിൻ്റെ അടുത്ത റിപ്പോർട്ട് വരുമ്പോൾ നമുക്ക് കാണാം, അതിനകത്ത് കൂടുതലായിട്ടുള്ള ഇന്ത്യയുടെ അവസ്ഥകളൊക്കെ നമുക്ക് കാണാം. ഇപ്പോഴത്തെ അതിനകത്തും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ രണ്ടെണ്ണം UNEPയുടേതാണെന്ന് നമുക്ക് മനസ്സിലായി. ബാക്കിയുള്ളത് എവിടെ നിന്ന്? ഇനി നിങ്ങൾ നോക്കൂ, സ്റ്റേറ്റ് ഓഫ് ഗ്ലോബൽ ക്ലൈമറ്റ് റിപ്പോർട്ട്, ലിവിംഗ് പ്ലാനറ്റ് റിപ്പോർട്ട്. ഇതും വെറ്ററൻസിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി ഈസിയാണ്. കാരണം അവർക്കറിയാം ഇത് WWFൻ്റേതാണ്. ലിവിംഗ് പ്ലാനറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത് WWFൻ്റേതാണ്, വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട്. ആൻഡ് സ്റ്റേറ്റ് ഓഫ് ഗ്ലോബൽ ക്ലൈമറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത് വേൾഡ് മെറ്റിയോറോളജിക്കൽ ഓർഗനൈസേഷൻ WMOയുടേതാണ്. അപ്പം നമ്മുടെ ആൻസർ ഓൺലി 2 എന്നുള്ളത് എത്തുന്നത് മാത്രമല്ല ഇവിടുത്തെ കാര്യം, നിങ്ങൾ ഈ ഒരു ലീപ്പ് എന്ന് പറയുന്ന പരിപാടികളിൽ കൂടെ കറണ്ട് അഫെയർ പഠിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലാത്ത കറണ്ട് അഫെയറിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിച്ചു കൊണ്ടുപോവുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കതൊരു റിവിഷനായിട്ട് മാറുകയാണ്. അത് കൂടാതെ എങ്ങനെ ക്രാക്ക് ചെയ്യണം, എങ്ങനെയൊക്കെ സ്ട്രാറ്റജീസ് പ്രയോഗിക്കണം എന്നൊരു ഐഡിയയും കൂടെ നമ്മൾ ലീപ്പിൽ കൂടെ തരികയാണ്. റെഗുലറായിട്ട് ഫോളോ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു ടെൻഷനും ഇല്ലാതെ 2026 പ്രിലിംസിലെ കറണ്ട് അഫെയർ ടോപ്പിക്സ് എല്ലാം നിങ്ങൾക്ക് എഴുതാൻ ഒക്കും.
Kapas Kranti mission is aimed at promoting the production of which of these crops? Agriculture UPSC സംബന്ധിച്ചിടത്തോളം ഒരു ഭയങ്കര ഇഷ്ടപ്പെട്ട ടോപ്പിക്കാണ്. അതിനകത്ത് നിന്നും ഒരു ചോദ്യമാണ്. കപാസ് ക്രാന്തി മിഷൻ ഇതിലേതിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാനായിട്ട് ഉദ്ദേശിച്ചു കൊണ്ടുവന്നിരിക്കുന്നതാണ്? ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് സൗത്ത് ഇന്ത്യൻ സ്റ്റുഡൻസിനെ സംബന്ധിച്ച് എയിം ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. പ്രത്യേകിച്ച് മലയാളി കുട്ടികൾക്ക് അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള സ്റ്റുഡൻസിന് എസ്പിരൻസിനെ സംബന്ധിച്ചിടത്തോളം ഇത് ക്രാക്ക് ചെയ്യാൻ ഈസി അല്ല. പകരം ഹിന്ദി അറിയാവുന്നവർക്ക് ഇത് ഈസിയാണ്. ഇതേ സിമിലർ സ്റ്റൈലിൽ തന്നെ UPSC ഹിന്ദിക്കാർക്ക് പാടുള്ളതും എന്നാൽ സൗത്ത് ഇന്ത്യൻസിന് ഈസി ആവുന്നതുമായിട്ടുള്ള ചോദ്യങ്ങൾ പല വർഷങ്ങളിൽ തന്നിട്ടുണ്ട്. മനസ്സിലായില്ല? അതായത് വേർഡ്സ് ചിലപ്പോൾ സൗത്ത് ഇന്ത്യൻസിന് ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന വേർഡ്സ് ക്വസ്റ്റ്യനിൽ തരും. അപ്പോൾ എന്ത് പറ്റും? അത് നോർത്ത് ഇന്ത്യൻസിന് പാടാവും. നേരെ തിരിച്ച് നോർത്ത് ഇന്ത്യൻസിന് ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഹിന്ദിയിലുള്ള വാക്കുകൾ തന്നു കഴിഞ്ഞാൽ സൗത്ത് ഇന്ത്യൻസിന് ഏറെക്കുറെ അത് പാടാണ്. ഈ രീതിയിൽ UPSC ചോദ്യം ചോദിക്കാറുണ്ട് ഫ്രം ഡിഫറെൻറ്റ് സബ്ജക്ട്സ്. നിങ്ങൾ ഹിസ്റ്ററി നോക്കിയാൽ കാണാം, എൻവയൺമെൻറ്റ് നോക്കിയാൽ കാണാം, അങ്ങനെ പല ഏരിയാസിലും നിങ്ങൾ അത് കാണാൻ നോക്കും. അപ്പോൾ ഇവിടെ കപാസ് എന്താണെന്ന് മാത്രം അറിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ ആവും. പക്ഷേ ഇത് നോക്കി വെക്കുക, ഇതൊരു 600 crore പ്രൊജക്റ്റാണ് ഈ കപാസ് ക്രാന്തി മിഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ദി ആൻസർ ഈസ് കപാസ് മീൻസ് കോട്ടൺ. അപ്പോൾ ഇത് കോട്ടൻ്റെ ലോങ് സ്റ്റേപ്പിൾ കോട്ടൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാനായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു പദ്ധതിയാണ് കപാസ് ക്രാന്തി മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ലോങ് സ്റ്റേപ്പിൾ കോട്ടണും മീഡിയം സ്റ്റേപ്പിൾ കോട്ടണും നമുക്ക് ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിന് രണ്ടിനും എന്താണ് കൊടുക്കുന്നുണ്ട്? MSP കൊടുക്കുന്നുണ്ട്, മിനിമം സപ്പോർട്ട് പ്രൈസ് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. MSP, കാരണം കോട്ടൺ എന്ന് പറയുന്ന ഒരു സാധനം ആകുമ്പോൾ അതിന് MSP ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ MSPയുടെ ആ ഒരു സൈഡും കൂടെ നമ്മൾ നോക്കി വെക്കുന്നത് നല്ലതാണ്. അപ്പം MSP ലോങ് സ്റ്റേപ്പിൾ കോട്ടൺ മാത്രമല്ല മീഡിയം സ്റ്റേപ്പിൾ കോട്ടണും കൊടുക്കുന്നുണ്ട്. ഈ ലോങ് സ്റ്റേപ്പിൾ മീഡിയം സ്റ്റേപ്പിൾ എന്നൊക്കെ പറയുന്ന ആ കോട്ടൻ്റെ ലെങ്ത് വെച്ചിട്ടാണ് കേട്ടോ.